ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. ബൈബിളിൽ പുതിയ നിയമത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് ഒത്തിരിയധികം നമ്മൾ കേൾക്കുന്നുണ്ട്. വിശുദ്ധ ഔസേപ്പിതാവ് ഏറ്റവും അധികം വിശുദ്ധനായത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഒത്തിരിയേറെ നല്ല ഗുണങ്ങൾ നമുക്ക് കാണാം. കാരണം വിശുദ്ധ ഔസേപ്പിതാവ് ഉറക്കത്തിൽ സ്വപ്നത്തിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞത് എന്താണ്? നിൻ്റെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയാണ്. ആ ഭാര്യ ഗർഭിണിയായിട്ടും പരിശുദ്ധ അമ്മ ഗർഭിണിയാണെന്ന് വിവാഹത്തിന് മുൻപേ അറിഞ്ഞിട്ടും ആ സ്ത്രീയെ, പരിശുദ്ധ അമ്മയെ ഭാര്യയാക്കാൻ ഒരിക്കൽ പോലും വിശുദ്ധ ഔസേപ്പിതാവ് വിസമ്മതിച്ചില്ല. കാരണം ആ കാലഘട്ടത്തിൽ ഒരു ഗർഭിണിയാണ് വിവാഹത്തിന് മുൻപ് ഒരു സ്ത്രീ എന്ന് മനസ്സിലാക്കിയാൽ ആ സ്ത്രീയെ ആ നാട്ടുകാരും വീട്ടുകാരുമെല്ലാം ഉപേക്ഷിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയെ ദൈവത്തിന് വേണ്ടി ദൈവഹിതത്തോടു കൂടെ അത് ഏറ്റെടുക്കാൻ ശ്രമിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. അതിനാൽ തന്നെയാണ് ദൈവം തിരഞ്ഞെടുത്തത് തൻ്റെ പിതാവായിട്ട് വിശുദ്ധ ഔസേപ്പിതാവിനെ. മാർപ്പാപ്പ, വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പറയുന്നത്, മാർപ്പാപ്പയുടെ ഡെസ്കിൻ്റെ അടുത്ത് ഒരു സ്റ്റാച്ചു ഉണ്ട് വിശുദ്ധ ഔസേപ്പിതാവ് ഉറങ്ങുന്നത്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ അടുത്ത് മാർപ്പാപ്പ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ പ്രയാസമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു പേപ്പറിൽ എഴുതി ആ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കും. മാർപ്പാപ്പ ചിന്തിക്കുന്നത്, കാരണം വിശുദ്ധ ഔസേപ്പിതാവ് ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തു തരും. ഉറങ്ങുന്ന വിശുദ്ധ ഔസേപ്പിതാവ് ഉറങ്ങുകയാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങൾ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മുൻപിൽ സമർപ്പിക്കുക. ഔസേപ്പിതാവ് ഒരു കുടുംബനാഥനായിരുന്നു, ഒരു കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നവനായിരുന്നു. ഏതൊരു പിതാവെന്ന പോലെ വീട്ടിലെ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ഭാര്യയ്ക്കോ മകനോ ഒരു പ്രശ്നമില്ലാതെ ഏത് വേദനയും പ്രശ്നങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറുള്ളവനായിരുന്നു വിശുദ്ധ ഔസേപ്പിതാവ്. ഒന്ന് പരിശുദ്ധ അമ്മയ്ക്ക് ഒന്ന് പ്രസവിക്കാൻ ഒരു ഇടമില്ലാതായപ്പോൾ പല സ്ഥലങ്ങളിൽ വാതിലുകൾ മുട്ടി, ഒരു നാണക്കേടും തോന്നാതെ ഓരോ വാതിലുകളിലും മുട്ടി തൻ്റെ ഭാര്യയ്ക്ക് പരിശുദ്ധ മറിയത്തിന് ഒരു സ്ഥലം ഒരുക്കാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടതാണ് വിശുദ്ധ ഔസേപ്പിതാവ്. അപ്പോൾ പോലും തൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മറന്ന് പരിശുദ്ധ അമ്മയെ കഴുതയുടെ പുറത്തിരുത്തി വലിച്ചുകൊണ്ട് മണിക്കൂറുകളോളം നടന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു കുടുംബനാഥനായതിനാൽ